എക്സ്പീരിയൻസും ഉണ്ട്, സബ്ജക്റ്റിനോടുള്ള താല്പര്യമുണ്ട്. അതിൻ്റെ മുകളിലൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ടേക്ക് നല്ലൊരു സെറ്റപ്പിൽ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്ന ആളല്ല. ഞാൻ ഇങ്ങനെ മെത്തേഡ് ആക്ടിങ് ഫോളോ ചെയ്യുന്ന ആളല്ല. എൻ്റെ കംഫേർട്ടിൽ എനിക്ക് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഇറ്റ് ഈസ് ഗുഡ് ബാഡ് അഗ്ലി സ്പേസിലേക്ക് പോകും. എന്നെ സംബന്ധിച്ച് കഥയാണ് ഇമ്പോർട്ടൻറ്റ്, സിനിമയാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ സിനിമയിൽ ഞാൻ മാത്രം നന്നായി അല്ലെങ്കിൽ നീല മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല. സിനിമ ഇൻ ടോട്ടാലിറ്റി ഒരു കഥയാണ്. ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ആ കഥയിൽ മെയിനായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് വിനയ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ ഒട്ടും പ്രീച്ച് ചെയ്യാവാതെ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുന്നല്ല, ഒരു സെറ്റപ്പാണ്. ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഗായനാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ 5 കുടുംബങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ഇവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനത്തെ പോസിബിലിറ്റീസാണ്. ഹൈപ്പോത്തറ്റിക്കലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഗായനാക്കി അവിടെ ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കുക. ഇതിന് നമുക്ക് ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ദാറ്റ് ഈസ് ഫൈൻ, നോട്ട് എ ഇഷ്യൂ. എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ ആസ് എൻ ആക്ടർ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരം സിനിമകളിൽ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. മാർക്കോ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക, മാർക്കും ഒരു അഡ്രിലിൻ സ്പേസാണ്, എന്നാൽ അതിൽ അഭിനയം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. രണ്ടിലും രണ്ട് രീതിയിൽ തന്നെ ഐ റിയലി എൻജോയ് വർക്കിംഗ്. ബിക്കോസ് ഞാൻ കഥകൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ്. എൻ്റെ കംഫർട്ട് ഇന്ന ജോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കഥകൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് വേറെ ഐ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ്. അതെല്ലാം സംഭവിക്കട്ടെ. ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം.